ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ യജ്ഞം ഏതാണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരുമാതിരി ഒരു 99% തേനീച്ചകളും അദ്ദേഹത്തിൻ്റെ കൂടിനകത്തേക്ക് കയറിക്കഴിഞ്ഞു. ചില വെറുതെ തേനീച്ചകൾ അവിടെയും പറന്ന് കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ പഴയ കുടുംബം വിട്ടു പോകാനുള്ള വിഷമം കൊണ്ടാണോ അതോ എന്താണെന്നറിയില്ല. ഈ ജന്തുക്കൾക്കും വികാരം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. ഏതായാലും ഇപ്പം അദ്ദേഹം എല്ലാം വളരെ ഭദ്രമായിട്ട് കൂടുകളിലേക്ക് കയറ്റി. തേനീച്ചകളോടൊക്കെ പറന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ ജനങ്ങളെ കൊതുക് കടിക്കുമ്പോൾ തോന്നുന്നൊരു ഫീലിങ്ങേ ഉള്ളൂ ഇദ്ദേഹത്തിന് തേനീച്ച കൊത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ഒരു വലിയൊരു സർവീസാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിൽ നിന്ന് എത്രത്തോളം ധനാഗമം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഇതിനേറെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് അറിയാം. ഉണ്ടോ ഇതിനകത്ത്? ലാഭമുണ്ട് അദ്ദേഹം പറയുന്നു. ലാഭമുണ്ട്. അത് കേട്ടതിൽ വലിയ സന്തോഷം. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജോലിയായിട്ട് നടക്കുകയാണ്. ഒരു ധനാഗമ മാർഗമാണെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് വേറെ എണ്ണം ക്ലോസപ്പ് കാണിക്കുകയാണ്. എനിക്ക് കടി കിട്ടുമെന്നറിയില്ല. ഏതായാലും റാണീച്ചയെ കാണാനില്ല എന്നാണ് പറയുന്നത്. റാണീച്ച അതിനകത്തുണ്ടല്ലേ? ശരി ശരി. അതിന്റെ ഹമ്മിങ് സൗണ്ട് കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഈ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് കേൾക്കുമോന്ന് എനിക്കറിയില്ല. അത് ഹമ്മിങ് സൗണ്ട് അതല്ല. ഇത് കുറച്ച് ഇതിൽ നിന്നുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് അതിൽ നിന്ന് തേൻ സംഭരിക്കാനായിട്ട് ആ തേൻ എനിക്ക് അദ്ദേഹം സംഭാവനയായിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് കൈ കൊണ്ട് പിഴിഞ്ഞിട്ടാണ് എടുക്കുക. കൊമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രിഫ്യൂഗൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ അറകൾക്ക് കേടുവരാതെ വിധത്തിൽ അതിൽ നിന്ന് എക്സ്ട്രാക്ടർ, ആ മെഷീൻ്റെ പേര് എക്സ്ട്രാക്ടർ എന്നാണ്. സെൻട്രിഫ്യൂഗൽ പവർ ഉപയോഗിച്ച് ആ തേനെല്ലാം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡുണ്ട്. ചെറിയതും വലിയതും ഉണ്ടല്ലോ. ഇതിപ്പോ അത് അവിടെ വെക്കാം. ഞങ്ങൾ കുറ്റിയടിച്ചിട്ട് അതെല്ലാം മഴ അപ്പൊ കുറച്ചേരം ഇത് വെക്കാം. ഇതെല്ലാം അതിനു വേണ്ടിയിട്ട് തേൻ പിഴിഞ്ഞെടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടിപ്പോയ